Hi. Hello family members and welcome back to my channel. എന്താ വരേ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. നാണവുമാനുള്ളവർക്ക് ഈ വഴിക്കുന്നല്ല ഒരു വഴിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത തരത്തിലുള്ള വർത്തമാനമല്ലടോ കേൾക്കണത്. അതേപോലെ സുരേഷ് ഗോപിയുടെ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. ഏഭ്യന്മാർക്ക് ഒന്നും പറഞ്ഞാ മനസ്സിലാവില്ല. നീ കരുതുന്ന പോലെ എന്റെ മനസ്സിലൊന്നുമില്ല ഗൗരി. സുരേഷ് ഗോപി ഏതെങ്കിലും വിഷയം ചോദിച്ചോളൂ, നിശാന്തിന്റെ അടുത്ത് ചോദിച്ചോളൂ. എന്തിനുള്ള പുറപ്പാടാണ്ടോ? ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ച് എന്താണ് കേന്ദ്രത്തിന്റെ ആശാ വർക്കർമാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വേണ്ടടാ, നിന്റെ സ്നേഹമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചുമന്നുകൊണ്ട് കിടന്ന് വളർത്തിയതാ നിന്നെ. എന്നോട് നീ ഇങ്ങനെ ചെയ്തല്ലോ. വൈഷമ്യങ്ങളിൽ നിന്നും ജീവിതത്തിൽ ഉടലുന്ന ചില പ്രത്യയശാസ്ത്രപരമായ അവനിങ്ങനെ കണ്ണും മൂക്കും ഇല്ലാതെ സംസാരിക്കുന്ന സ്വഭാവമാ. അതൊക്കെ ശരിയാവും, എന്നാലും അവന്റെ മോറൽ സൈഡ് അത്ര കറക്റ്റ് അല്ല. ചില അചഞ്ചലമായ ചില രൂപകൽപ്പനകൾ അവരുടെ മനസ്സിൽ അക്ഷന്തവ്യമായ എന്താണ്ടാക്കരുത്, തുള്ളരുത്, എന്റെ കാലുമേൽ ആണി കയറിയ അടുത്ത് വരരുത്, എനിക്ക് തുള്ളൽ പനിയാ. ചില ഇമേജുകൾ ഉണ്ടാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓരോ ഗോഗ്വാവിളികളും അതിനെ ചൊല്ലി ഉണ്ടാകുന്ന സമരങ്ങളും സമര പ്രത്യാഘാതങ്ങളും. എല്ലാം സമ്മതിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ വയലന്റ് ആവും. എന്ത് മനസ്സിലായി? എനിക്ക് മനസ്സിലായി, എന്നാലും ചിഞ്ചു പറ. എന്റെ ദൈവമേ, ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം? ഒന്ന് പറ, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഏയ്, ഒരു തെറ്റുമില്ല. അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണിപ്പോ, അല്ലേ? അത് അവരുടെ ബുദ്ധിമോശം, അല്ലാതെ എന്താ പറയാനാ? ഈ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചാലോന്നാ ഞാൻ ആലോചിക്കുന്നത്. വിജയ, ഭഗവാനെ, നാളെ നേരം വെളുക്കും വരെ ഈ ലോകത്ത് ഒരു അപകടവും സംഭവിക്കുന്നു.